ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ മോനുള്ള കാപ്പി കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ ഇവിടെ എല്ലാവർക്കും കാപ്പി വേണമല്ലോ. ചെറിയ മോൻ ഞങ്ങളെക്കായി മുന്നേ എഴുന്നേറ്റ് കാപ്പി സ്വന്തമായിട്ട് ഇട്ട് കുടിച്ചു. അവൻ പോയി. അവന് കുറേയും കൂടെ രാവിലെ പോകണമായിരുന്നു. അപ്പോൾ അവന് ഉറങ്ങിക്കിടക്കുന്ന എന്നെ ബുദ്ധിമുട്ടിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ തലേദിവസം ചെറിയ മോൻ വന്ന് കഴിച്ച 2 പാത്രം എടുത്ത് കിടന്ന് അതും കഴുകി വെച്ചിട്ട് ഞാൻ അപ്പോൾ വലിയ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവന് ചോറ് വേണ്ട, ചപ്പാത്തിയും ഉള്ളി ഗ്രേവിയും മതിയെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ എളുപ്പം ഒരു ഉള്ളി ഗ്രേവി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 2 ഉള്ളി എടുത്തിട്ട് ഞാൻ ഉള്ളി എന്ന് പറഞ്ഞാൽ സവാള കേട്ടോ, ചെറിയ ഉള്ളിയല്ല, സവാള എടുത്തിട്ട് ഞാൻ എളുപ്പം ഒരു ഗ്രേവിക്കുള്ളത് തട്ടിക്കൂട്ടുകയാണ്. അപ്പം എന്നും ചോറ് കൊണ്ടുപോകല്ലേ, അപ്പോൾ ഒന്നാമത് പനിയും അവന് വായ്ക്ക് രുചിയില്ലാഞ്ഞിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എൻ്റെ അടുത്ത്. കഞ്ഞിയൊക്കെ കൊണ്ടുപോകും ചില ദിവസം, പനിയൊക്കെ കഴിഞ്ഞാൽ കഞ്ഞിയൊക്കെ കൊണ്ടുപോകും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരടുപ്പിലോട്ട് ചപ്പാത്തിയും ഇട്ട് ഒരടുപ്പിലോട്ട് ഗ്രേവിക്കും റെഡിയാക്കി വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് എന്നും ചെറിയ മോൻ കഴിക്കാൻ വരുന്നതാണ്. അപ്പോൾ ചെറിയ മോൻ ഇന്നില്ല എന്ന് പറഞ്ഞു കഴിക്കാൻ. അപ്പോൾ വൈകിട്ടത്തേക്ക് വരുത്തുള്ളമ്മേ, എനിക്ക് ഉച്ചയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വലിയ മോന് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞപ്പോഴത്തേന് എനിക്ക് കഴിക്കാൻ കുറച്ച് പഴഞ്ചോറുണ്ട്, അത് ചൂടാക്കി വെച്ചാൽ എനിക്ക് ഉച്ചക്കത്തേക്കാകും, അത് മതിയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ വേഗം ചെയ്യുവാണേ, ഒട്ടും സമയമില്ല. മോനും വേഗം പോകണം. 2 പേർക്കും ഇന്ന് രാവിലെ ആയിരുന്നു, കുറച്ചുകൂടെ രാവിലെ ആയിരുന്നു ചെറിയ മോന്. അപ്പോൾ ആ ഒരു തിടുക്കത്തിലാണ്. ഒരു 4 ചപ്പാത്തി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു തിടുക്കത്തിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വലിയ മോനും വന്നിട്ട് ചപ്പാത്തി 1-2 അങ്ങോട്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനും 1-2 അങ്ങോട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഉള്ളി ഗ്രേവി ഉണ്ടാക്കണമായിരുന്നു. പിന്നെ വലിയ മോനെ രാവിലെ ഒന്നും കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു, പനിയായ കാരണമേ. പിന്നെ അവന് ഇടയ്ക്ക് ഓടി വന്നിട്ട് ഒരു മുറി ഏത്തക്ക എടുത്ത് കഴിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വന്നിട്ട് വന്ന് കണ്ടോ, ഒരു മുറി ഏത്തക്ക എടുത്ത് കഴിക്കാൻ ഓടി വരുന്നതാണ്, മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട്. അപ്പം ഞാൻ കറി എടുത്തൊരു പ്ലേറ്റിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് വെച്ച് തണുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ടിന്നിൽ ഒഴിച്ചുകൊണ്ട് പോകാനുള്ളതല്ലേ. അപ്പോൾ ആ ഒരു ധൃതിയെല്ലാം കഴിഞ്ഞ് വലിയ മോൻ പോയി, അവനെ ജോലിക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഒരുത്തിക്ക് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പാല് കൊടുത്തതാണ്, അവൾ കുടിച്ചില്ല കണ്ടോ, മാറ്റി വെച്ചേക്കോ മടിച്ചിട്ട്. അപ്പോൾ അവൾക്ക് മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തപ്പം വാട്ടിയാണ് കൊടുക്കുന്നത് കേട്ടോ. അവളത് കുടിച്ച് സന്തോഷത്തോടെ. പിന്നെ 2 മുട്ട ഞാനും വാട്ടാനിട്ടായിരുന്നു, അപ്പോൾ അത് ഞാനും എടുത്ത് കുടിച്ചു. വലിയ മോന് പനിയാണ്ടവൻ കഴിച്ചില്ല, ചെറുത് കഴിച്ചോ എന്തോന്ന് അറിയത്തില്ല. അപ്പോഴത്തേ കൂട്ടുകാരെ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തുകാരുടെ വീട്ടിലെ കോഴിയുടെ മുട്ട മൊത്തം നമുക്കാണ് തരുന്നത് കേട്ടോ. ഇന്നും കിട്ടി നമുക്ക് മുട്ട. അപ്പോൾ ഞാൻ അതെല്ലാം വെള്ളത്തിലാത്താക്കി വെച്ചിട്ടായിരുന്നു ഞാൻ കുളിക്കാൻ പോയത്. അപ്പോൾ ഈ കടയിൽ നിന്ന് കൊണ്ടുവന്നാലും എവിടെ നിന്ന് മുട്ട വാങ്ങിയാലും ഞാൻ കൊണ്ടുവന്ന് അല്പം നേരം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന സമയം തൊട്ടൊക്കെ നമ്മളാണ് അവരുടെ മുട്ട വാങ്ങിക്കുന്നത്. നാടൻ മുട്ട കിട്ടാനങ്ങനെ പാടാണല്ലോ. അപ്പോൾ കിട്ടുമ്പോൾ നമ്മളത് തന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് കടയിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ എല്ലായിടവും ഫ്രൂട്ട്സ് വയ്ക്കാനാണ് ഈ ഒരു ബോക്സ് ഉപയോഗിക്കില്ല. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് പൊക്കിയത് എന്തിനാന്ന് പറഞ്ഞാൽ മുട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി നല്ലൊരു പാത്രത്തിനകത്തിട്ട് വെക്കണമെന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ഇത് കടയിൽ കണ്ടപ്പോഴേ മുട്ടയാണ് എൻ്റെ മനസ്സിൽ ഉദിച്ചത്. അപ്പോൾ അതെ എല്ലായിടവും ഫ്രൂട്ട്സാണ് ഇങ്ങനെ ഇരിക്കൽ, പക്ഷെ നമ്മുടെ വീട്ടിൽ മാത്രം മുട്ടയാണ് ഇരിക്കൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ.